11 ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയൊക്കെ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മേഘന എങ്ങനെ ഇരിക്കുന്നത്? എങ്ങനെയാ ബേബി ചിക്കൻ കഴിക്കുന്നത് കാണിച്ച? എന്നിട്ട് ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ബാംഗ്ലൂർ സൂപ്പർ. എത്രയൊക്കെ റോഡ് പണി തിരക്കെന്നൊക്കെ പറഞ്ഞാലും അത് പൊളിക്കാൻ എന്തായാലും ഒരു അടിപൊളി സ്ഥലമാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ബാംഗ്ലൂർ, ഹോൾ ഇൻ ദ വാൾ, പ്രിയാസ് ഫേവറേറ്റ്. ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഇത് തുടക്കം. അമ്മോ, ഇത് ഇങ്ങനെ ആക്കിയോ? ഞങ്ങളുടെ വ്ളോഗ്സ് കാണുന്നവർക്ക് അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ വന്നപ്പോൾ ഒരു 10 പേർക്ക് ഇരിക്കാൻ പറ്റിയായിരുന്നു. ഇന്നിത് നോക്ക്, കോറമംഗലൂർ ഒരു കൊട്ടാരം തന്നെ. ഗുഡ് മോർണിംഗ്. ഉണ്ടായിരുന്നു ഇന്നലത്തെ കഴിപ്പ്? അയ്യോ, എനിക്ക് രാവിലെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അയ്യോ, 12 മണിയായി. ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. ആണോ? ഇപ്പോഴും വിശക്കണില്ല. ഇന്ന് അജീഷേട്ടന്റെ വീട്. അയ്യോ, അത് മാത്രം ഓർമ്മിപ്പിക്കല്ലേ. ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ എങ്ങനെ ആക്കിയെടുത്തിരിക്കുന്നു നോക്ക്. എവിടെ പ്രിയ? ഗുഡ് മോർണിംഗ്. ഹോളിന്റെ വാൾ. ഡാഡി എങ്ങനെയുണ്ട് ഇപ്പൊ ഹോളിന്റെ വാള്? ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഒട്ടും അറിഞ്ഞില്ലായിരുന്നു. പുതുതായിട്ട് അവർ കെട്ടി നല്ല റെനോവേഷൻ ഒക്കെ ചെയ്ത് ഭയങ്കര ആംബിയൻസ് കേട്ടാ, ഭയങ്കര ആംബിയൻസ്. ഫുഡ് ഓബിയസ്ലി ആ പഴയ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും തിരക്ക് കാണില്ലല്ലോ. നമ്മളെന്തായാലും വരുമല്ലോ. കോർണർ ഹൗസ്, ബാംഗ്ലൂർ വന്ന ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒപ്പിട്ടിട്ടേ ഇറങ്ങുള്ളൂ. ഉറപ്പല്ലേ? സംഭവം ഉണ്ടല്ലോ, ഭയങ്കര അഫോർഡബിൾ ആണ്. ഇവിടെ ഓംലെറ്റ്സും അതൊക്കെ കണ്ട എല്ലാം ഈ ഒരു റേറ്റേ ഉള്ളൂ. ഇത്രയും അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് പോലും റേറ്റ് അങ്ങനെ കൂട്ടിയിട്ടില്ല. എല്ലാം ഒരു 250-300 ഐറ്റംസ് റേറ്റേ ഉള്ളൂ. ഡ്രിങ്ക്സ് ആണെങ്കിലും വലിയ എക്സ്പെൻസീവ് അല്ല. ഐസ് കോഫി ഒക്കെ നമ്മുടെ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പകുതി റേറ്റേ ഉള്ളൂ. വിയറ്റ്നാമീസ് കോഫിക്കൊക്കെ 140 റുപ്പീസേ ഉള്ളൂ. ഭയങ്കര അഫോർഡബിൾ ആണ്. എന്തായാലും ഒരു രക്ഷയില്ലല്ലോ. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടാ. ഇനി റെഗുലർ ആവുക. പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ മതി. ഓ, ഈ ഒരു ആളാണ് കോണ്ടിനെന്റൽ റിച്ച് ഗൈ എന്നൊക്കെ പറയാം. ഇത് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ് പോലെ പ്രിയ, കൊക്കക്കോളയുടെ. അത് കൊള്ളാലോ. അത് തന്നെ കൊക്കക്കോളയുടെ കോംപ്ലിമെന്ററി കിട്ടുന്ന ഗ്ലാസ് ആണ്. പ്രിയയുടെ ഓട്ട് മറ്റേ പാൻ കേക്ക്. ഇത് എനിക്കും ജെഫറിനുള്ള ബ്രെഡ്. ഇത് ഫുൾ പോക്ക് ഓംലെറ്റ്. ഇത് ബീഫ് ഓംലെറ്റ്. ഓ ഓ, എന്ത് വേണം? എനിക്കിവിടെ സംഭവിക്കുന്നത് ഫോൺ വെച്ചുള്ള യുദ്ധം. ഇത് നോക്കുക, ആ ഫുൾ പോക്ക് ഓംലെറ്റില് ഇറ്റ്സ് ലൈക്ക് പ്രോപ്പർ ബാർബിക്യൂ സോസ്, നല്ല ഫാറ്റി പീസസ് ഓഫ് പോക്ക് ആണ്. അതിൻ്റെ കൂടെ നല്ല കാരമലൈസ്ഡ് അണിയൻസും കുറച്ച് ജേർക്കിൻസും എല്ലാം ഉണ്ട്. 4 മുട്ടയാണ് വരുന്നത്. എന്തൊരു ഭയങ്കര റിച്ച് ടേസ്റ്റ്. ബാർബിക്യൂ സോസിനെയൊക്കെ ഫ്ലേവറാണ് കൂടുതൽ നിൽക്കുന്നത്. ആദ്യമായിട്ടത് ചീസ് ഇല്ലാത്തൊരു ഓംലെറ്റ് ഇത്രയും അധികം ഇഷ്ടപ്പെടുന്നത്. പാൻ കേക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് അവര് ക്വാണ്ടിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഓബിയസ്ലി ടേസ്റ്റും ഉണ്ട്, പക്ഷെ സ്റ്റാക്ക് ഓഫ് പാൻ കേക്ക് എന്നൊക്കെയാണ് പറയണം. 3 എണ്ണമാണ്. സോ ഇതിൽ പീനട്ട് ബട്ടർ, കാരമൽ സിറപ്പ്, ബനാന, ചോക്ലേറ്റ് ചിപ്സ് കേട്ടോ. ഒരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ ഒക്കെ പറഞ്ഞാൽ എന്നെയും ജെഫറിന്റെയും പോലെ ഭയങ്കര വൈബ്. ഒന്നും കഴിക്കാൻ വേണ്ട. ഭയങ്കര വൈബുള്ള കോമ്പിനേഷൻ. പീനട്ട് ബട്ടർ, സിനമൺ ആൻഡ് പാൻ കേക്ക്. അല്ലാതെ ഞാനും പ്രിയം പോലത്തെ ഉള്ള കോമ്പിനേഷൻ അല്ല. ഇഷ്ടപ്പെട്ട ജെഫറിന്റെ പക്ക ചില്ലി ബീഫ്, നല്ല ഫുള്ള് ബീഫ് വെച്ച് ഉണ്ടാക്കിയ ചില്ലി ബീഫിന്റെ ഫ്ലേവർ ഭയങ്കര സംഭവം അല്ലേ? പെണ്ണ് വീഴും, ഇവിടെ കൊണ്ടുവന്ന ആള് വീഴും. ഞാൻ വീണു. പിന്നെ അല്ലേ പിന്നെയാണ്. TFGയുടെ ബേർലൈനർ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പോലെ തന്നെയാണോ എന്ന് അറിയണം. ഒയ്യോ, ഓ, ഇനി അതൊന്ന് കഴിച്ചിട്ട് സംഭവമാണോ അല്ലയോ? നമുക്ക് ജർമ്മനി പോയിട്ട് കഴിക്കാം അല്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ കഴിക്കുന്നത്? ചുമ്മാ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. ഇത് കഴിക്കുന്നിട്ട് ഹൈപ്പോന്റെ വേർത്താണോ? പോരാ.
എന്താ ഒന്ന് അഭിപ്രായം പറ. കൊള്ളാവോ? അഭിപ്രായം പറഞ്ഞില്ലേ? ഇല്ല, നല്ലതാ. ഇതിന്റെ അകത്ത് ഈ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാലും കൂടുതൽ ക്രീമിന്റെ ഫ്ലേവർ എനിക്ക് കിട്ടുന്ന കേട്ടാ. ചോക്ലേറ്റ് ഫ്ലേവർ എനിക്ക് അത്രയും കിട്ടുന്നില്ല. എനിക്കിത് ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. ഭയങ്കര സംഭവമായിട്ട് തോന്നി. ജർമ്മനിലൊക്കെ പോയി കഴിച്ചിട്ടുള്ള ആളല്ലേ. അത് ഭയങ്കര ക്രീമിനെസ് ആണ്. ചോക്ലേറ്റ് ഫ്ലേവർ ഒന്നും കിട്ടുന്നില്ല. ഷുഗർ ഒക്കെ ഉണ്ട്. ബ്രെഡ് ഒക്കെ അടിപൊളിയാണ്. ചോക്ലേറ്റ് ഫ്ലേവർ അത്രയൊന്നും ഇല്ല. ഞങ്ങള് വന്നപ്പോ തൊട്ട് കഴിക്കാൻ തുടങ്ങിയതാ, ഇതുവരെ നിർത്തിയിട്ടില്ല. അതെ, അടുത്ത വന്നിരിക്കുന്ന സ്ഥലം ഇതാ മാംഗ്ലൂർ. അന്തുവിന്റെ റെക്കമെൻഡേഷൻ ആണ്. ഇവിടെ ഇപ്പൊ ഓൾറെഡി തുടങ്ങി. ഇതിന്റെ പേരെന്താ? സോർക്കടി. എങ്ങനെയുണ്ട്? മധുരമാണോ? അല്ല, ഇത് മോരില്ലേ? അതിന്റെ സംഭവം. കുറച്ച് എരിവുണ്ട്. മാംഗ്ലൂർ ഫുഡ് വ്ളോഗ് 4 days. ഓക്കെ, 5 days. താൻ 5 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ. ഐസ്ക്രീമിന്റെ കടയില്ലേ? സ്റ്റാർട്ടേഴ്സില് ബ്രിഞ്ചോള്, പോർക്ക്, ഇതെന്താ ചിക്കൻ. അത് കണ്ടിട്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. ഇത് ബ്രിഞ്ചോൾ ഫ്രൈ. എങ്ങനെയുണ്ട്? ബ്രിഞ്ചോൾ ഫ്രൈ കൊള്ളാവോ? കൊള്ളാം ഡാഡി. ഇത് ബാംഗ്ലൂരിയൻ ഫുഡാ. മാംഗ്ലൂർ സൂപ്പർ അല്ലേ? നമ്മളൊരിക്കൽ ബാംഗ്ലൂർ ഹോട്ടലിൽ പോയി ബാംഗ്ലൂരിൽ നമ്മൾ നിന്നിട്ടുണ്ട് പണ്ട്. അന്ന് വ്ളോഗിംഗ് ഒന്നും ഇല്ലല്ലോ. ഈ സംഭവം കൊള്ളാം. ഒരു ചിക്കൻ തോരൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. കാരണം തേങ്ങയുണ്ട്, ആ സമയത്ത് ചിക്കനും ഉണ്ട്. സോ ഒരു ചിക്കൻ തോരൻ. ഇത് നല്ല ഒരു നാടൻ സ്റ്റൈലില് ക്യാപ്സിക്കോ ഇട്ട ഒരു ചില്ലി പോർക്ക്. ഇത്രയാണ് വന്നിരിക്കുന്നത്. ബ്രിഞ്ചോള് കഴിഞ്ഞു. പോർക്ക് വെന്താലു, പപ്പടം, ചോറ്, വേറെ ഒന്നും നമുക്ക് വേണ്ട. ചിക്കനും വേറെ പോർക്കും അത് വേറെ വെക്കാം. എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് ട്രൈ ചെയ്യണം. ചോറ് കുറച്ച് കൂടുതൽ കുഴഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈ റെഡ് റൈസ് ആണ് വരുന്നത്. ഓ, സ്റ്റാർ ഈ പോക്ക് വിൻഡാലും ആണ്. നല്ല ഫാറ്റ് ഉണ്ട് പോക്കിന്. നല്ലൊരു വിനേഗറി ടേസ്റ്റ് നന്നായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില്ലി പൗഡറിൻ്റെ ടേസ്റ്റ് നല്ല കിടിലം പോക്കുമാണ്. ചോറും ഇതും മാത്രം മതി ആക്ച്വലി, വേറെ ഒന്നും വേണ്ട. എന്ന് പറഞ്ഞാൽ എല്ലാം എടുക്കാൻ നിൽക്കണ്ട കേട്ടോ ജെഫ്രി. എല്ലാം എടുക്കാൻ നിൽക്കണ്ടെന്നോ? ഞാൻ കഴിച്ചോളാം. ഇത് നീർദോശ ഉണ്ടല്ലോ, ഫൈനലായിട്ട് അവള് കഴിക്കുവാണ്. ഇതും പോർക്ക് വിന്താലും സെറ്റപ്പാണ്. ബാംഗ്ലൂർ ഫുഡിന് മാത്രമായിട്ട് വരാൻ അല്ലേ? ഭയങ്കര ടേസ്റ്റ് ഇതൊക്കെയാണ്. അല്ലാതെ ജെഫ്രിൻ കഴിക്കുന്ന അല്ല ഫുഡ്. ഞങ്ങളെ കുറെ സ്ഥലത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബാച്ചിലേഴ്സ് ട്രിപ്പ് വരണം അതിന്. ഓക്കെ, 3 പേര്, നമ്മള് 3 പേര് മാത്രം. അങ്കിളും വേണോ? അങ്കിളും കുടിക്കട്ടെ. ബാച്ചിലേഴ്സ് ട്രിപ്പ് ഉള്ളി. ഇത്രയും ഫുഡ് കഴിച്ചിട്ട് 2158 മാത്രം ആലോചിച്ച് നോക്ക്. ഭയങ്കര ലാഭം കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂര് കേരളത്തിന്റെ വെതർ ആയിന്ന് തോന്നുന്നു. നല്ല കാറ്റ്, മഴ. സമയം 4:30 ആയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഇരുട്ടി. ഭയങ്കര മഴ വരുന്നുണ്ട്. മഴ വന്ന ബാംഗ്ലൂർ മുങ്ങും. നല്ല കുളമാവും. ഇതിപ്പോ ഞങ്ങള് മോൾ ഓഫ് ഏഷ്യയുടെ ഏരിയയിലേക്ക് പോവാം. പുതിയ ലക്ഷറി മോള്. പക്ഷെ ട്രാഫിക് നോക്ക്. കൊണ്ടുപോകുന്നേന്ന് തോന്നുന്നു മഴ. മോൾ ഓഫ് ഏഷ്യയിൽ കയറി ദേ മേരിയാനും വേദും നത്താശയും. എന്തും സ്പീഡാ ഇത്. അയ്യോ, ഒരാൾക്ക് ഇവിടെ കയറാൻ പറ്റാത്തതിന്റെ ടെൻഷനാ. ഇത് നമ്മുടെ എക്സിബിഷനിൽ കൂടെ വളർന്ന ബേബി നൈല ബേബിയാണ്. നൈല ബേബിയുടെ സിസ്റ്റർ അവിടെ ഉണ്ട്, നത്താശ. ഞങ്ങൾ മോൾ ഓഫ് ഏഷ്യയിൽ വന്നിരിക്കുകയാണ്. മോൾ ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇത് കാണിക്കാനായിട്ട് ഒരു വലിയ വ്ളോഗിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഇതില് ഒരു ഫ്ലോർ ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ അതും കൂടെ ഓപ്പൺ ആയിട്ട് അതാണ് കാണിക്കേണ്ട. അൾട്രാ ലക്ഷറി ബ്രാൻഡ്സ് ആണ്. സോ മോൾ ഓഫ് ഏഷ്യ ഒരു സംഭവം തന്നെ. ഫുഡ് കോർട്ട് തന്നെ നമ്മുടെ നാട്ടിലൊന്നും ആലോചിക്കാൻ പറ്റാത്ത ലെവലുള്ള സംഭവമാണ്. ഹ്യൂജ്. അപ്പൊ പോപ്പൈസ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞ അമേരിക്കൻ ചിക്കൻ ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അതൊക്കെ ഉണ്ട്. മോൾ ഓഫ് ഏഷ്യയുടെ വേറെ സെപ്പറേറ്റ് വ്ളോഗ് ആയിട്ട് വരാം. കാരണം നമുക്ക് കഴിഞ്ഞിട്ട് കുറെ ടൈം ഒരു കിട്ടുന്ന ഫുഡ് വ്ളോഗ് ചെയ്യേണ്ടി വരും. ഹോം കുക്ക് ഫുഡ് വ്ളോഗ് അല്ലേ? ഇതാണ് സംഭവം. ഒറ്റയ്ക്ക് ഒരു കൂസലുമില്ലാതെ ഒരാൾ അവിടെ ഒരു ഒറ്റയ്ക്ക് എടുത്ത് മക്ഡോണൽഡിൽ ഐസ്ക്രീം മേടിക്കുന്ന നോക്ക്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. നമ്മുടെ ഇന്നത്തെ മെയിൻ നമ്മൾ ബാംഗ്ലൂർ വന്നത് തന്നെ ഒരു ഉദ്ദേശം വെച്ചാണ്. അജീഷ് ഏട്ടൻ, നമ്മുടെ ഷോപ്പിലുള്ള അജി ഡിസൈൻസ് എന്ന ബ്രാൻഡ്, നമ്മുടെ എക്സിബിഷനിലൊക്കെ ഉള്ള ബ്രാൻഡ്. അവരുടെ കൊച്ചിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, നൈല ബേബിയും നത്താശയും. സോ ഇവർ അജീഷ് ഏട്ടൻ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യാൻ താല്പര്യമുള്ളതും പ്ലസ് ഫുഡ് നോളജ് ആ ലെവലാണ്.
ആ ലെവലാണ്. ലൈക്ക് വേറെ അത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഹൈപ്പിൽ നമ്മൾ ഹോം കുക്ക്ഡ് ഫുഡ് കഴിക്കാൻ പോവാണ്. ജഡ്ജ്മെന്റ്സ് കാണില്ല, ജസ്റ്റ് ആ പുള്ളിയുടെ കുക്കിംഗ് എന്തൊക്കെയാണ് എന്നുള്ള സംഭവമൊക്കെ കാണിക്കായിരിക്കും. വീട് ഇവിടെ തൊട്ടടുത്താണ്. സോ ഇനി അവിടെ പോയിട്ട് ഒരു ഫുഡിന്റെ ഭംഗിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം. അതെ, നമ്മൾ അജീഷേട്ടൻ്റെ വീടെത്തി. നമ്മുടെ സെയിം വൈബുള്ളതാണ്, വേറൊന്നുമല്ല. EV ഉണ്ട്, ഒരു EV ഉണ്ട്, അതിന്റെ പേരും ആടിയ. ഹാപ്പി. ഒന്ന് നത്താശയ്ക്ക് ഒന്ന് നൈലയ്ക്കും കൊടുക്കണേ. ആ കൊടുക്ക്. ആ ഇനി മറ്റേ ബേബിക്ക് കൊടുക്ക്. തൊട്ട് ദം പൊട്ടിക്കുന്ന കണ്ടേ അജേട്ടാ. ജെഫ്രി ഭയങ്കര ഹൈപ്പാ തന്നിരിക്കുന്നത് കേട്ടാ. നോക്കട്ടെ. ഓ മണത്ത് നോക്ക് ബിരിയാണി. അകത്തോട്ട് വീഴുവോ? അതൊക്കെ ഞങ്ങള് ആവശ്യമുള്ളവര് കഴിച്ചോളാം. അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് എന്ത് സ്റ്റൈൽ ബിരിയാണിയാ? എന്താ ലക്നോയി? പ്ലേറ്റ് ആയിട്ട് ഓൾറെഡി ഇങ്ങോട്ട് എത്തിയാ. ഇത് നോക്ക്. ഇത് അതിന്റെ മേളിൽ എന്താ ക്രീമാ? പാല്. ഓ മിൽക്ക് ബേസ്ഡ്. സമയം കളയണ്ട. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാ ബേബി ചിക്കൻ കഴിക്കുന്ന കാണിച്ച? എന്നിട്ട് പ്രിയ വരെ കണ്ടുപഠിക്കണം എങ്ങനെയാണ് ചിക്കന്റെ കാല് കഴിക്കുന്നതെന്ന്. സൂപ്പർ. കൂർഗി പോർക്കാണ്. അജിഷേട്ടന്റെ സ്ഥലം കൂർഗാണ്. സോ ഓബിയസ്ലി കൂർഗി പോർക്കില്ലാതെ എന്ത് മീല് സൂപ്പർ ആയിരിക്കുമോ? അപ്പനെ സപ്പോർട്ട് ചെയ്യുന്ന 2 മക്കളുണ്ട്. ഫുൾ സപ്പോർട്ടാ. കൊള്ളാവോ? ഈ പോർക്കൊക്കെ ഉണ്ടല്ലോ, ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ കിടിലം പോക്ക് കിട്ടും. അത് നന്നായി പ്രിപ്പയറും കൂടെ ചെയ്ത് കുറുകിയും കൂടെ ആയപ്പോൾ ഫുൾ സെറ്റപ്പായി. അഭിപ്രായം പറയാൻ പാടില്ല, ആസ്വദിക്കാൻ മാത്രമേ പാടുള്ളൂ. എങ്ങനെയുണ്ട് പറയാ? ഇനി കഴിക്കാൻ ലക്നോ വരെ പോണ്ട. ഓ അജടാ, ഓർഡർ എടുക്കോ? ഓർഡർ എടുക്കോ? ക്ലൗഡ് കിച്ചൺ. അതെനിക്കറിയാം. ഇവിടെ നേരത്തെ വന്ന് ജെഫ്രി, ഞങ്ങൾ എത്തുന്നതിന് 3 മണിക്കൂർ മുമ്പ് 11 ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയൊക്കെ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മേഘന എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് അപ്പവും ബീഫും. ഇത് റെസ്റ്റോറന്റ് ഫുഡും അല്ല, ഹോം ഫുഡും അല്ല, ബെസ്റ്റ് വേർഷൻ ഓഫ് ബോത്ത് ആണ് കേട്ടാ ശരിക്കും. ക്ലൗഡ് കിച്ചൺ നടക്കുന്നതല്ല, ഈ മേരിയ ഇങ്ങനെ കഴിക്കണമെങ്കിൽ സംഭവമാണ്, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അത് ആ ഭാഗത്തേക്ക് നോക്കണ്ട. ബിരിയാണിയില് 2 ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ടാണ് അവർ കുക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു മിൽക്കിനെസും ക്രീമിനെസും മൊത്തമായിട്ട് കാണാം. മട്ടൻ ഇസ് ലൈക്ക് സോ സോഫ്റ്റ്. എനിക്കത് ബാംഗ്ലൂരിലും നല്ല കിടിലൻ മട്ടൻ ഉണ്ടല്ലോ. ഇറ്റ്സ് ജസ്റ്റ് ടു ഗുഡ് ഗൈസ്. ഇത് മേഘ്നയുടെ അത് പക്ഷെ പ്രിയയുടെ ഫേവറേറ്റ്. ഏതാ? ഇതൊക്കെ അന്വേഷിച്ച് വെച്ചിട്ടാണോ വന്നത്? എനിക്കറിയാൻ, കംപ്ലൈന്റ് പറയാൻ വന്നാന്ന് കേട്ടല്ലോ. എന്തൊക്കെയാ? അയ്യോ, ഇത് ആര് ക്ലീൻ ചെയ്യുന്നേ? നൈലയാണോ ചെയ്തത് മൊത്തം? ആരാ ചെയ്തേ? ഞാൻ ക്ലീൻ ചെയ്യും അത്. ഇത് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇത് വാഷബിൾ ഫിംഗർ പെയിന്റ്സ് ആണ്. സോ ജസ്റ്റ് ഒന്ന് തുണി വെച്ച് തുടച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. ജെഫ്രിൻ ബായ്. ഇവിടെ അല്ലേ ഇന്ന്? അതിപ്പ് കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നു.
ആ അതാണ് ഇപ്പൊ പറയുന്നിട്ടു ഇനി അടുത്തതാകുമ്പോ എന്നെ വിളിക്കണം, നമുക്ക് ഇവിടെ അടുത്ത കാര്യം പ്ലാൻ ചെയ്യാം എന്നൊക്കെ. എപ്പോഴും ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, അപ്പൊ ബൈ ബൈ, കാണാം ഇനി നമുക്ക്. ബൈ കാണാം. അപ്പൊ ഗൈസ്, ബാക്ക് ടു അവർ ഹോട്ടൽ റൂം. ഭയങ്കര ഒരു ഫുഡി ഡേ ആയിരുന്നു. പക്ഷെ എവിടെ നിന്നൊക്കെ കഴിച്ചാലും അജീഷേട്ടൻ അവിടെ നിന്ന് ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്, നമ്മള് അത്ര എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. ആൻഡ് ഇറ്റ് വാസ് സോ ടേസ്റ്റി, വർത്ത് ദ ഹൈപ്പ്. പുള്ളിക്കാരൻ ഒരുപാട് ഭയങ്കര സ്റ്റാർബക്സിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള പഫ്സ് കുക്ക് ചെയ്യും, അല്ലാതെ 18 ടൈപ്പ് ബിരിയാണി, ബർഗേഴ്സ്, സ്റ്റേക്സ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരു സർവകല വല്ലഭനാണ്, IT എഞ്ചിനീയറാണ്. കുട്ടികളെ അടിപൊളിയായിട്ട് മേഘന എക്സിബിഷനിലൊക്കെ ബിസിയൊക്കെ ആകുമ്പോൾ നോക്കും. സോ ഒരു സംഭവമാണ്. എന്തായാലും ഇനിയും അജിഷേട്ടൻ്റെ കുറേ ഫുഡൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് ട്രൈ ചെയ്യണം. ആൻഡ് നാളെ ലാസ്റ്റ് ഡേ ഇൻ ബാംഗ്ലൂരാണ്. സോ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണെന്ന്. സോ അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.